നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒന്നാം വർഷ പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന ആശങ്കയാണ് പരുത്തിപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി എബ്രഹാം ബെൻസനെ ആത്മഹത്യക്ക് കാരണം എന്ന വിലയിരുത്തൽ എത്തുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ നിന്നും പുറത്തുവന്ന വാർത്തയ്ക്ക് പിന്നാലെ പോകുമ്പോൾ മനസ്സിലാകുന്നത് ഇങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് ആ +1 വിദ്യാർത്ഥിയെ എത്തിച്ചത് ആരാണോ അവർ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൊലയാളി എന്ന് വേണമെങ്കിൽ പറയാം. +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ തന്റെ അച്ഛനോ അമ്മയ്ക്കോ പറഞ്ഞാൽ തിരിച്ച് 4 പറയുകയും വേണ്ടി വന്നാൽ പറഞ്ഞവന്റെ തലക്കിട്ട് നല്ല അടി കൊടുക്കാനും കഴിവുള്ള വിദ്യാർത്ഥികൾ തന്നെ. അത് കഴിവായി കണക്കാക്കുന്നില്ല. അത്രയ്ക്കും ഒരു പടി കൂടി കടന്ന് പ്രിൻസിപ്പലിനെ പോലും വെല്ലുവിളിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടതാണ്. എന്നാൽ എല്ലാവരും ആ കാറ്റഗറിയിൽ പെടുന്നവരല്ല. അപ്പനൊക്കെ പറയുമ്പോൾ വിഷമം സഹിക്കവയ്യാതെ, തിരിച്ച് ഒന്നും പറയാൻ സഹിക്കവയ്യാതെ ഒരുപക്ഷെ ജീവൻ വെടിയുന്നവരും ഇതുപോലെ ഉള്ളവരും നമുക്കിടയിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം താങ്ങാനുള്ള ശേഷിയുള്ളവരൊന്നുമല്ല. അവർ പല രീതിയിലായിരിക്കും പല കാര്യങ്ങളെയും സമീപിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ സ്വന്തം സ്കൂളിൽ തൂങ്ങി മരിച്ച വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു എന്ന നിലവിൽ നിഗമനമുള്ള ആ ഒരു സംഭവത്തിൽ പലതരത്തിലുള്ള നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും ഒരു ക്ലർക്ക് തന്നെയാണ് അതിൽ പിന്നിലുള്ളത്. ഇനി കെട്ടിത്തൂക്കിയതാണോ അതോ മരിച്ചതാണോ ആത്മഹത്യയാണോ എന്നൊന്നും തന്നെ എന്നൊന്നും പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാറായിട്ടില്ല എന്ന് വ്യക്തമാണ്. ഇതിനിടെ പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും പെരുമാറ്റമാണ് ബെൻസന്റെ മരണത്തിന് കാരണമെന്ന് ഒരു സഹപാഠി RDOയ്ക്ക് മൊഴി നൽകിയിരിക്കുകയാണ്. ബെൻസൺ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികളുടെ റെക്കോർഡ് ബുക്ക് സീൽ ചെയ്ത് നൽകുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഒരു വിദ്യാർത്ഥിനിയുടെയും റെക്കോർഡ് ഒപ്പിട്ട് സീൽ ചെയ്ത് നൽകാതിരുന്നിട്ടില്ല എന്ന് പ്രിൻസിപ്പൽ പ്രീത ബാബു പറയുകയാണ്. എല്ലാ റെക്കോർഡ് ബുക്കും ഒപ്പിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കൂളിന്റെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് അധ്യാപകരും പറയുന്നത്. എന്നാൽ അന്ന് ഈ ബെൻസനോടൊപ്പം തന്നെ മറ്റൊരു വിദ്യാർത്ഥി കൂടി ഈ സംഭവ സ്ഥലത്തേക്ക് പോയിരുന്നു. അതായത് ഓഫീസിലേക്ക് റെക്കോർഡിൽ സീല് വാങ്ങാനായി പോയിരുന്നു. ആ വിദ്യാർത്ഥി മലയാളി വാർത്തയോട് പ്രതികരിച്ചു. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയതിനു ശേഷം വീട്ടുകാരോട് ഈ വിദ്യാർത്ഥിയുടെ പേര് പറഞ്ഞതിന് ശേഷമാണ്, അതായത് ഞാൻ അവനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ അവരുടെ അച്ഛൻ കാണുന്നത് സ്വന്തം സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്ന തന്റെ മകനെയാണ്. അന്ന് ആ ഓഫീസിൽ എന്ത് സംഭവിച്ചു എന്ന് ആ സഹപാഠി തന്നെ മലയാളി വാർത്തയോട് വിശദീകരിക്കുകയാണ്. അവൻ പറഞ്ഞു അവിടെ ഉടക്കായി, അവർ തമ്മിൽ ഉടക്കായി. എൻ്റെ തൻ്റെ വച്ച് ചീത്ത വിളിച്ച് എന്നെ തന്തയ്ക്ക് മുകളിൽ വിളിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പോയി ചോദിച്ചപ്പോൾ നീ എന്തൊക്കെ ഇങ്ങനെ മോശമായിട്ട് ഇഷ്ടം പോലെ പറഞ്ഞ് നമ്മൾ പിന്നെ അടിക്കാനൊക്കെ ആകുമ്പോൾ ബെൻസ് അടിക്കാൻ പോയി. പിന്നെ നമ്മളെല്ലാവരും കൂടെ പിടിച്ച് മാറ്റി ഞങ്ങൾ പുറത്തിട്ട് അവിടെ കാണുമ്പോൾ എല്ലാം ചോദിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിനകത്ത് പ്രശ്നമായ സസ്പെൻഷൻ കിട്ടും. അത് നമുക്ക് കുറേ വഴക്കുള്ളതുകൊണ്ട് സസ്പെൻഷൻ കിട്ടും. അത് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമുക്കേ കിട്ടുള്ളൂ. നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും പോയി ചോദിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ പേരും പറഞ്ഞ് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി കയറിത്തോളൂ. ബെൻസൺ കയറിത്തോളൂ. ഇല്ല, നമ്മൾ സീലടിച്ചിട്ട് ആ വീട്ടിൽ സാറിൻ്റെ നമ്മൾ ഒപ്പ് വാങ്ങിച്ചിട്ട് നേരെ ഇവിടെ വന്ന് സീലടിക്കണം. ഏറ്റവും വലിയ സീലടിക്കണം, എന്നാലേ പരീക്ഷയ്ക്ക് കയറ്റുള്ളൂ. നമ്മൾ രാവിലെ 9 മണിക്കാണ് എക്സാം എന്ന് പറഞ്ഞത്. നമ്മൾ 9 മണിക്ക് തന്നെ എത്തി കയറി നിന്ന്. അപ്പോൾ കുറച്ചും കൂടെ എഴുതാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് എഴുതിയിട്ട് കയറി സാറിൻ്റെ ഒപ്പം വാങ്ങിച്ചിട്ട് ഒരു സീലടിക്കാണ്ട് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ തന്നെ ഉച്ചയായി. അപ്പോഴാണ് ഉച്ചയ്ക്ക് നമ്മൾ പരാതി കൊടുത്ത് മടുത്ത്. പെൺപിള്ളേർ വരെ പരാതി കൊടുത്തിട്ടുണ്ട്. കയറി എപ്പോഴും തന്തക്ക് വിളി ചീത്ത വിളിയാണ്, മോശമായിട്ടൊക്കെ. എപ്പോഴും നീ അങ്ങനെയല്ലടാ, ഇങ്ങനെയല്ലേ, നീ അല്ലടാ മോശമായിട്ട്, അങ്ങനെ നീ അല്ലേ കുട്ടികളെ തൊലക്കണം എന്നൊക്കെ ഒരുമാതിരി വർത്താനമാവുക. അപ്പോൾ നമ്മൾ എത്ര വട്ടം അങ്ങനെ അടിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാം പിടിച്ചു മാറ്റും. നമ്മളെ അടിച്ചാൽ അങ്ങനെ ഭാഗത്ത് തെറ്റ് കാണില്ല. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങനെ കയറി നമ്മൾ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞാൽ അങ്ങനെ പരാതി കൊടുക്കും. നമുക്കല്ലേ കേസ്. പിന്നെ നമ്മൾ അടിക്കില്ല. പുറത്തിട്ടാലും കാണണേ നമ്മൾ ചോദിച്ചിട്ടേ ഉള്ളൂ. ഗേറ്റിൻ്റെ ഫ്രണ്ട് വെച്ച് ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ തന്നെ പോയി ചോദിച്ചു, എന്തിനാണ് എന്നെ തന്തയ്ക്ക് വിളിച്ചത്? എനിക്ക് ആറാന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളിയിട്ടുണ്ട്. വീട്ടിൽ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വൈകിട്ട് കണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ തന്നെ പറഞ്ഞിട്ട് പിന്നെ പോയി. പിന്നെ വിളിച്ചില്ല. ഞാൻ വെച്ചാൽ എന്നെ കിടന്ന് ഉറയും കാണും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് 12 മണി എണീച്ചപ്പോൾ കോളൊന്നും വന്നില്ല. ഞാൻ ഉറയും കാണുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ എൻ്റെ പേരും പറഞ്ഞ് വെളി ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ആളെ വിളിച്ചിട്ട് വരെ ഇവിടെ പറഞ്ഞു എന്നാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്.
അടുത്ത് പറഞ്ഞിട്ടില്ല? അങ്ങനെ വീട്ടിൽ നാളെ വിളിക്കാറില്ല, വീട്ടിൽ വിളിച്ച് പറയും. 3-4 കംപ്ലൈൻറ്റ് ആകുമ്പോൾ വരാൻ പറയും. അപ്പോൾ ഈ കുട്ടിക്കെതിരെ ഇത് ഫസ്റ്റ് ഇങ്ങനെ ആദ്യത്തെ കംപ്ലൈൻറ്റ് അല്ല? അങ്ങനെ കംപ്ലൈൻറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ അടിയായിട്ട് അങ്ങനെയൊന്നുമില്ല. അല്ലാതെ ക്ലാസ്സിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ കൊച്ചു പറയാനുള്ളത്. വേറെ ഒന്നും. ഇന്ന് എക്സാം എഴുതാനിരുന്നതായിരുന്നു? ഇന്ന് എക്സാം ഇല്ല നമുക്ക്, +2 പഠിക്കാൻ കുഴപ്പമില്ല, നോർമലായിട്ടുള്ള. പെട്ടെന്ന് വിചാരിച്ചില്ലല്ലേ? ഷോക്കിംഗ് ആയില്ലേ ന്യൂസ് കേട്ടപ്പോൾ അല്ലേ? നിങ്ങൾ ഒരു ക്ലാസ്സിലല്ലേ? ഒരു ക്ലാസ്സിലാണ്, ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. ഒരു 20 പേരൊക്കെ ഉണ്ട്, എല്ലാവരും ഒത്തതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ക്ലർക്കിനെതിരെ നടപടി വേണമെന്ന് നിങ്ങളുടെ നടപടി വേണം. ഇനി അദ്ദേഹം ഇവിടെ തുടരുന്നത് അങ്ങനെ ഇവിടെ കാല് കുത്തിയ ഇടിക്കണം, എല്ലാവരും ഇടിക്കും, അങ്ങനെ പറയണം, എല്ലാവരും ഇടിക്കും. ഒരു സൂചനയും ഇങ്ങനെ ഒരു നീക്കം രാവിലെ 9 മണിയൊക്കെ ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇവൻ കയറി തൂങ്ങിക്കണ്ട സ്കൂളിൽ. ഞാൻ പറഞ്ഞു പോടാ, അവൻ തൂങ്ങിയൊന്നുമില്ല. എന്നിട്ട് രാവിലെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ വേറെ കുറേ എണ്ണം വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർക്ക് പോടാ, ഇപ്പോൾ അവന്മാരൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടാ നീ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാക്കാടെ വണ്ടി എടുത്ത് ഞാൻ വന്നു. അപ്പോൾ സ്കൂൾ എത്ര മണിക്കാണ് ശരിക്കും ഗേറ്റ് അടയ്ക്കുന്നത്? അങ്ങനെ അടയ്ക്കൂല, 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് 8:30ക്കാണ് ക്ലാസ്. നമ്മൾ 9 മണിയാകുമ്പോൾ ഇവിടെ എത്തും. പിന്നെ അടയ്ക്കാറില്ല. 10 മണിയൊക്കെ ആകുമ്പോൾ മറ്റേ ഹൈസ്കൂള് 8-9 ക്ലാസ്സാണ്. അപ്പോൾ 10 മണിക്ക് അടയ്ക്കും. 10 മണിക്ക് അടച്ചിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോൾ പുറത്ത് വിടും. വെള്ളിയാഴ്ച പുറത്തൊക്കെ വിടും, അല്ലാതെ പുറത്തൊക്കെ വിടും, വെള്ളമൊക്കെ വാങ്ങിക്കുക. പിന്നെ 4 മണിക്ക് ക്ലാസ് കഴിയും, 3:15 ബാക്കിയുള്ളവർക്ക് കഴിയും. അടയ്ക്കാറില്ല, സെക്യൂരിറ്റി ഉണ്ട്. സാധ്യത ഒട്ടുമില്ല. പിന്നെ അവനക്ക് എന്തോ അല്ലാതെ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിലെല്ലാം അല്ലാതാണ്. അവർക്ക് പിന്നെ അവരൊക്കെ പിന്നെ സപ്പോർട്ട്, ടീച്ചർമാർക്ക് സപ്പോർട്ട് ചെയ്യിക്കുമല്ലോ, ക്ലർക്കിനെ തന്നെ സപ്പോർട്ട് ചെയ്യും. ടീച്ചർമാർ HM ആയാലും പ്രിൻസിപ്പളായാലും എല്ലാവർക്കും സപ്പോർട്ട് തന്നെ നിൽക്കും. വെള്ളിയാഴ്ചത്തെ മോഡൽ പരീക്ഷയ്ക്ക് മുമ്പ് റെക്കോർഡ് ബുക്ക് പൂർത്തിയാക്കി സമർപ്പിക്കുന്നതിന് ബെൻസന് കഴിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11:30 പ്രിൻസിപ്പൽ കുട്ടിയുടെ അമ്മ സംഗീതയെ വിളിച്ച് സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടെന്നും എത്രയും വേഗം സ്കൂളിൽ എത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. സുഖമില്ലാത്തതിനാൽ അടുത്ത ദിവസം രാവിലെ എത്താമെന്ന് അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ ബെൻസൺ റെക്കോർഡ് ബുക്ക് സീൽ ചെയ്ത് കിട്ടാൻ സ്കൂളിൽ പോയിരുന്നു. പ്രിൻസിപ്പൽ പരീക്ഷ ജോലിക്ക് പോരുന്നതിനാൽ ഒരു ജീവനക്കാരനാണ് ഓഫീസിലുണ്ടായിരുന്നത്. റെക്കോർഡ് ബുക്ക് സീൽ ചെയ്ത് നൽകാൻ കുട്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മോശമായി സംസാരിച്ചുവെന്നാണ് ആരോപണം. മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് അസഭ്യം പറയുകയും പരിഹസിച്ച് ഇറക്കിവിടുകയും ചെയ്തുവെന്നും ഇത് ബെൻസനെ മാനസികമായി തകർത്തി. എല്ലാം കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച രാവിലെ റെക്കോർഡ് ബുക്ക് ഹാജരാക്കി പരീക്ഷയ്ക്ക് ഇരിക്കാനാകുമോ എന്ന് വീട്ടുകാരോട് ചോദിക്കുകയും ചെയ്തിരുന്നു. രാത്രി 12:30 വരെ വീട്ടിലുണ്ടായിരുന്നു, പിന്നാലെ പുറത്തിറങ്ങി. സാധാരണ ഈ സമയം പുറത്തു പോകാത്ത കുട്ടിയെ കാണാതായതിനെ തുടർന്ന് അയൽപക്കത്തെ ഒരാളുമായി ചേർന്ന് അന്വേഷണം നടത്തി. കാണാത്തതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നെയ്യാർ ഡാം പോലീസിന് പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരു ബന്ധു നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ മോശമായി പെരുമാറിയ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം ആവശ്യപ്പെട്ട് SFI, DYFI പ്രവർത്തകരും സ്കൂളിന് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയിരുന്നു. വിഷയം അന്വേഷിച്ച് നടപടിയുണ്ടാകുമെന്ന് RTOയുടെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം കുറ്റിച്ചൽ സ്വദേശികളായ ബെന്നി ജോർജിന്റെ ആരോപണ വിധേയനായ ക്ലർക്ക് പെട്ടെന്ന് കാഷ്വൽ ലീവ് എടുത്തതും സംശയത്തിന് ഇടയാക്കിയിരുന്നു. എന്നാൽ തനിക്ക് നേരെ സംശയം ഉന്നയിക്കുകയും തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നതിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പിന്നീട് ക്ലർക്ക് വിശദമാക്കി. തനിക്കൊന്നും അറിയില്ലെന്നും തന്നോടാണ് ആ വിദ്യാർത്ഥി മോശമായി പെരുമാറിയതെന്നും ആ കാര്യം അപ്പോൾ തന്നെ പ്രിൻസിപ്പലിനോട് സംസാരിച്ചുവെന്നും ക്ലർക്ക് പറയുകയാണ്. ആ കുട്ടി ഏത് ക്ലാസ്സിലേതാണെന്നോ കുട്ടിയുടെ പേരെന്താണോ എന്ന് പോലും തനിക്കറിയില്ല എന്നും പെട്ടെന്ന് വന്ന് കയറുകയായിരുന്നു, ഓഫീസിലേക്ക് വന്ന് കയറി സീൽ എടുക്കുകയായിരുന്നു എന്നുമാണ് ക്ലർക്ക് പറയുന്നത്. പെട്ടെന്ന് അവധിയെടുത്തത് സ്വകാര്യമായ ചില കാര്യങ്ങൾക്കാണ് എന്നും ക്ലർക്ക് വിശദീകരിച്ചു. തനിക്ക് എതിരെ വരുന്ന ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഈ പ്രിൻസിപ്പലിന്റെയും അതുപോലെ തന്നെ ക്ലർക്കിന്റെയും വീട്ടുകാരുടെയും ഒക്കെ തന്നെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകാത്ത സാഹചര്യമാണുള്ളത്. സ്വന്തം സ്കൂളിലെ കെട്ടിടത്തിൽ ഇങ്ങനെ തൂങ്ങി മരിക്കണമെങ്കിൽ എന്താണ് അതിന് പിന്നിലെ? തൂങ്ങി മരിച്ചതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ആണോ എന്ന് പോലും ഇതുവരെയും സ്ഥിരീകരിക്കാറായിട്ടില്ല. എന്തായാലും അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ, അത് പ്രിൻസിപ്പലിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അതിൽ നിന്ന് തന്നെ നമുക്ക് വൈരുദ്ധ്യം വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇന്ന് പബ്ലിക് എക്സാം നടക്കാതിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ളൊരു മോഡൽ എക്സാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ബാച്ചായിട്ടാണ്. ഈ കുട്ടി സെക്കൻഡ് ബാച്ചിലാണ്.
അപ്പോൾ സെക്കൻഡ് ബാച്ചിലാണ് കുട്ടി. അപ്പം ഞാൻ അതേപോലെ പബ്ലിക് എക്സാം വേറെ നടക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും റെക്കോർഡിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ സൈൻ ചെയ്യുന്നതും സീൽ വെക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഇന്നലെ ആണെങ്കിൽ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ മണക്കാട് സ്കൂളിൽ പോയതുകൊണ്ട് റൗണ്ട് സീൽ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു പഴയ സീലാണ് ഓഫീസിലുള്ളത്. ആ സീല് വെക്കാനായിട്ട് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുക ചെയ്യുക. അപ്പോൾ ഓഫീസിൽ സംഭവിച്ചതിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പം അങ്ങോട്ട് പോയതെന്ന് ചോദിച്ചു. അപ്പം നീ പോകാൻ കാരണം നിൻ്റെ കയ്യിൽ റെക്കോർഡ് ഇപ്പോൾ അവൻ്റെ ഞാൻ സൈൻ ഇട്ടിട്ടില്ലായിരുന്നു, കാരണം സെക്കൻഡ് ബാച്ചിലുള്ള കുട്ടിയാണ്, ഉച്ച കഴിഞ്ഞാണ് റെക്കോർഡ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവൻ്റെ ഇതുള്ള അപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു എൻ്റെ അല്ല ടീച്ചർ, ഞാൻ വേറൊരാളുടെ കൊണ്ടാണ് പോയെന്ന് ചോദിച്ചാൽ ആരുടെയാന്ന് ചോദിച്ചിട്ട് ആൾ പറഞ്ഞില്ല, ആരുടെയാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും കാര്യം ചോദിച്ചു, എല്ലാവരും ചോദിച്ചു, ഞാൻ സംസാരിച്ചു. പിന്നെ ഞാൻ തിരക്കിലായതുകൊണ്ട് മറ്റു അധ്യാപകരും അവരോട് സംസാരിച്ചു. പിന്നെ അത് ശാന്തമായി, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ക്ലർക്കുമായിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലാബിലായിരുന്നു, ലാബ് നമ്മുടെ മുകളിലാണ്. അപ്പം ഞാൻ എക്സാമിന് നിൽക്കുകയാണ്. ടീച്ചർ അതിനുശേഷം അന്വേഷിച്ചിരുന്നു എന്താണ് സംഭവം ചോദിച്ചാൽ അയാൾ അങ്ങനെ സംസാരിച്ചില്ല. ക്ലർക്ക് പരാതിയായിട്ടല്ല പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ, നമുക്ക് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാനാണല്ലോ സീല് വെച്ച് തരുന്നതെന്ന് പറഞ്ഞു. കുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല എന്ന് മാഡം പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചത് മാഡം? ഇപ്പൊ പറയുന്ന ഈ ക്ലർക്ക് അങ്ങനെ സംസാരിച്ചില്ലെന്ന് മാഡം പറയുന്നുണ്ട്. അല്ല, ഇപ്പം പറഞ്ഞത് അങ്ങനെയാണ്, അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ അയാളോട് ക്ലർക്ക് പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ലാബിലായിരുന്നു. ഞാൻ അറിയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് അവിടെ കുട്ടിക്ക് പരാതിയുമില്ല, ക്ലർക്ക് അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പിന്നെ എന്തിനാണ് രക്ഷകർത്താക്കളെ വിളിച്ചു വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാർ. ഞാൻ അവിടെ ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് രക്ഷകർത്താവിനെ വിളിച്ചത്. ഇല്ല അല്ല, കുട്ടി റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് സെക്കൻഡ് ബാച്ചിന്റെ കൂടെയാണ്. അതിന് ഇന്ന് പരീക്ഷ അടക്കാനുള്ളതാണ്. അത് സൈൻ ചെയ്ത് സ്പൈറൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇല്ല അവന്റെ കയ്യിൽ റെക്കോർഡ് ഉണ്ട്. ഞാനത് എന്നിട്ട് അത് കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. അല്ലല്ല, അവൻ സീല് വെക്കാൻ പോയത് അവന്റെ റെക്കോർഡല്ല. അല്ല, അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്താലേ സീല് വെക്കാൻ. പിന്നീട് ആ കുട്ടിയുടെ റെക്കോർഡ് സൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് സീലും വെച്ച് ഞാൻ തന്നെ സീല് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ കടയിൽ എന്തോ സ്പൈറൽ ബൈൻഡ് ചെയ്യാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മേടിച്ചിട്ടേ പോകാവൂ, കാരണം രാവിലെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ആയിരിക്കും, ആൺകുട്ടികളുള്ള ബാച്ച് ഫസ്റ്റ് ബാച്ചാണ്. അല്ല, കുട്ടി മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പം അത് അറിയിക്കാൻ വേണ്ടി കുട്ടി തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു ക്ലർക്കുമായിട്ട്. അങ്ങനൊന്നും എന്നോട് പറഞ്ഞില്ല കുട്ടി. അല്ല, കുട്ടി എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ ക്ലർക്കിനോട് നമ്മൾ വിശദീകരണമാണ് ചോദിക്കുന്നത്. ക്ലർക്കിനോട് ചോദിച്ച ആളൊന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് എക്സാം സാധാരണ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് പറയുക, അത് ഇവിടുത്തെ രീതിയാണ്, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന് ലീവാണെന്ന് എൻ്റെ അടുത്ത് വാട്സാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, അതായത് ഈ അധ്യാപിക പറഞ്ഞിട്ടാണ്, ടീച്ചർ പറഞ്ഞിട്ടാണ് ഈ കുട്ടി ആ സീൽ എടുക്കാൻ പോയത്. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, കാരണം എന്റെ സീൽ എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. റൗണ്ട് സീൽ വെക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓഫീസിൽ പോയി കുട്ടി സ്വന്തം നിലയ്ക്ക് എടുത്തു എന്നാണോ പറയുന്നത്? ഞാനത് കണ്ടിട്ടില്ല, കാരണം ഞാനിവിടെ എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരിശോധിക്കണം സാർ, ഇനി സമയമാവണല്ലേ ഉള്ളൂ സാർ. ക്ലർക്ക് ഇന്ന് എത്തിയിട്ടില്ല. അല്ല, ക്ലർക്ക് രാത്രിയിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന, രാത്രിയിൽ ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെയാണ് കാണുന്നത്. ഞാനത് തുറന്നു നോക്കിയിട്ടൊന്നുമില്ല. അല്ല, ലീവ് ഫോം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പറയാൻ ക്യാഷ്വൽ ലീവ് അത്യാവശ്യത്തിന് എടുക്കും, അവർ വിളിച്ച് പറയും, വന്നിട്ട് തരിക. അല്ല, കമ്പ്യൂട്ടർ ലീവ് അങ്ങനെയൊക്കെയുള്ള മാത്രം നേരത്തെ തരാറുള്ളൂ. പ്രൊജക്ട് സീൽ ചെയ്യാൻ ചെന്നപ്പോൾ ക്ലർക്ക് പരിഹസിച്ചുവെന്ന് വിദ്യാർത്ഥിയുടെ അമ്മാവൻ പറയുമ്പോൾ എന്താണ് സത്യത്തിൽ നടന്നത് എന്ന് അറിയേണ്ടതുണ്ട്.
നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ സുരക്ഷിതരല്ല എന്ന് പലകുറി നമ്മൾ ആവർത്തിച്ച് കണ്ട ഓരോ വിഷയവും മനസ്സിലാക്കുമ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി എന്താണ്? ഇതൊക്കെ പേടിച്ച് ഹോസ്റ്റൽ റൂമിലെ റാഗിങ്ങും സ്കൂളിലെ ടീച്ചർമാരുടെ റാഗിങ്ങും ഒക്കെ പേടിച്ച് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ആ ചോദ്യം.